വെള്ളപ്പൊക്കം ശ്രീനഗറിൽ ഏറ്റവും കനത്ത ദുരന്തം വിതച്ച മഹജൂർ നഗറും രാജ്ബാഗും വേത്ത് കനാലിന്റെ ഓരത്ത് അനധികൃതമായി പണിതുയർത്തിയ കോളനികളാണ്. കനാലിന്റെ ജലനിരപ്പിനേക്കാൾ താഴ്ന്ന ഏരിയകളിൽ പോലും കെട്ടിടം പണിയാൻ നഗരസഭ അനുവാദം നൽകിയതിന്റെ ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട്. ജഹലം നദിയിൽ നിന്നും നഗരത്തെ രക്ഷിക്കാൻ മുഗള ചക്രവർത്തിമാരുടെ കാലം തൊട്ട് മഹാരാജ ഹരിസിംഗിന്റെ കാലം വരെ പണിത കനാലുകളാണ് ഇവയിൽ മിക്കതും. കനാലിൽ നിന്നും ഓരോ 5 വർഷവും ചളി നീക്കണമെന്ന നിയമം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി പാലിക്കപ്പെട്ടിരുന്നില്ല. നദിയിലെ അധിക ജലം ഒഴുക്കിക്കളയാൻ മുൻകാലത്ത് ഉണ്ടാക്കിയ സംവിധാനങ്ങൾ കയ്യേറ്റത്തിന് വിധേയമായതായും മുൻ ചീഫ് എഞ്ചിനീയർ എസ് ബാലി ചൂണ്ടിക്കാട്ടി. There has been no new creation any channel to release the water from the river Jal. മനുഷ്യനിർമ്മിത ദുരന്തം മാത്രമായിരുന്നു കശ്മീരിലെ വെള്ളപ്പൊക്കമെന്നും പലപ്പോഴും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസരിച്ചാണ് ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമുള്ള മേഖലകളിൽ പോലും സർക്കാരുകൾ തീരുമാനം എടുത്തിരുന്നതെന്നും മുൻ സംസ്ഥാന സെക്രട്ടറി എ റിയാസി കുറ്റപ്പെടുത്തി. With the consent of permission of flood control department by ARA, उस वक्त हम उनके दफ्तर गए, उनसे कहा कि भाई ये बैक प्रेशर पानी को करेगा. അനധികൃതമായിരുന്നെങ്കിലും ശ്രീനഗറിൽ ആരും മോഹിച്ച മണ്ണായിരുന്നു നദിയുടെ ഓരം ചേർന്ന ഈ കോളനികൾ. നഗരത്തിലെ ഏറ്റവും വിലപിടിച്ച മണ്ണും സമ്പന്നരുടെ കോളനികളുമായിരുന്ന ജവാഹർ നഗറും രാജ്ബാഗും ഇനി ഒരിക്കലും പഴയതുപോലെ ആവില്ല. ക്യാമറമാൻ സനോജ് കുമാർ ബേപ്പൂരിനോടൊപ്പം രാജ്ബാഗിൽ നിന്നും റഷീദുദ്ദീൻ, മീഡിയ 1.